എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4 അധ്യായം 28 28-ൽ 29 ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉഭയേമേ വീര്യവണാം വൈദർഭീം മലയധ്വജാം യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യപരമുനഞ്ജയഃ. തസ്യാം സജനയാശ്ചക്ര ആത്മജാമസിദേക്ഷണാം യവീയസഃ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതഃ. ഏകൈകസ്യാഭവത് തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യതേ യദ്വം ശതാരൈർമഹീം മന്വന്തരംബരം. അഗസ്ത്യ പ്രാഗ്ദുഹീധരം ഉഭയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാതാ യിദ്മവാഹാത്മജോ മുനിം വിഭജ്യ തനയോ ഭീഷ്മാം രാജർഷിർമലയധ്വജാം ആരിരാധായിഷു കൃഷ്ണം സജഗാമകുലാജലം ഹിത്വാ ഗൃഹാൻ സുധാൻ ഭോഗാൻ വൈദർഭീമതിരക്ഷണാം അന്വധാവത പാണ്ഡേശം ജ്യോത്സ്നേവരജനീകരം തത്ര ചന്ദ്രവസാ നാമ താമ്രവർണീവടോദക തത്പുണ്യശൈലിർനിത്യമുഭയത്രാത്മനോ മൃജൻ കന്ദാഷ്ടിഭിർമൂലഫലൈ പുഷ്പവർണൈ തൃണോദകൈ വർത്തമാനശനൈർഗാത്ര കർശനം തവ അസ്ഥിതകാം ശീതോഷ്ണവാദവർഷാണീം ക്ഷുത്പിഭാസേ പ്രിയാ പ്രിയേ സുഖദുഃഖേ ഇതി ദ്വന്ദ്വാൻ ജയൽ സമദർശനഃ. തപസാം വിദ്യയാം പക്വം കഷായോ നിയമൈര്യമൈ യുവിജേ ബ്രഹ്മണ്യാത്മാനാം വിജിതാക്ഷാനിലാശയഃ. ആസ്തേ സാനുരിവൈകത്ര ദിവ്യം വർഷസദം സ്ഥിരഃ. വാസുദേവേ ഭഗവതി നാന്യദ്വേദ്വോദ്വഹന്യതി സവ്യാപകതയാത്മാനാം വ്യതിരിക്തതയാത്മനി വിദ്വാൻ സ്വപ്ന ഇവാമർശ സാക്ഷിണം വിരരാമഃ. സാക്ഷാൽ ഭഗവദോക്തേന ഗുരുണാം ഹരിണാം നൃപാം വിശുദ്ധജ്ഞാനദീപേന സ്ഫുരത വിശ്വതോമുഖം. പരേ ബ്രഹ്മണി ചാത്മാനം പരം ബ്രഹ്മ തദാത്മനി വീക്ഷമാണോ വിഹായേക്ഷാന്മസ്മാദുപരരാമഃ. പതിം പരമധർമ്മജ്ഞം വൈദർഭീമലയധ്വജം പ്രേംണാൻ പര്യചരദ്ധിത്വാ ഭോഗാൻ സാപതി ദേവത ചീരവാസാവ്രതക്ഷാമാം വേണീഭൂതശിരോരുഹ. ബഭാവുപപതിം ശാന്താം ശിഖാം ശാന്തമിവാനലം അജാനതീം പ്രിയതമം യദോ ഭരതമംഗനാം സുസ്ഥിരാം സനവാസാദ്യാം യഥാ പൂർവമുപാചരത് യഥാ നോബലഭേദാംഗ്രാം ഊഷ്മാണം മധുരർച്ചതീം ആർസി സംവിഘ്നഹൃദയാം യൂതഭ്രഷ്ടാം മൃഗീയദാഹ. ആത്മാനം ചോജതീം ദീനാം അബന്ധും വിക്ലവാശുഭീം സ്തനാവാജിസ്യ വിപിനേ സുസ്വരം പ്രരുരോധസാം ഉദ്ദിഷ്ടോദിഷ്ടരാജർഷേ ഇമാമുദതി മേഖലാം ദസ്യുഭിക്ഷത്രബന്ധുഭ്യോ ബിഭ്വതീം പാതുമർഹസീം ഏവം വിലപതീം ബാലാം വിപിനേനുഗതാവതീം പതിതാം പാദയോർഭ്രപ്തോരുദത്യ ശൃണുവർത്തയ ചിതിം ദാരുമയീം ചിത്വാം തസ്യാം പത്യുകളേബരം ആദിഭ്യച്ചാനുമരണേ വിലബന്ധി മനോദദേ. തത്ര പൂർവതരകസ്യേ സഖാ ബ്രാഹ്മണ ആത്മവാൻ സാന്ത്വയൻ വൽഗുനാ സാംനാം താമാഹരുദതീം പ്രഭോ. ബ്രാഹ്മണ ഉവാച കർത്തും കസ്യാസി കോ വായം ശയാനോ യസ്യ ശോചസി ജാനാസി കിം സകായം മാം യേനാഗ്രേ വിജയർമ്മതഃ. അഭിസ്മരതി ചാത്മാനാം അവിജ്ഞാതസകം സഖേ ഹിത്വാ മാം പദമന്വിച്ഛൻ ഭൗമഭോഗരതോ ഗതഃ. ഹംസാവഹം ചത്വം ചാര്യാം സഖായൗ മാനസായനൗ അഭൂതാമന്തരാം ഭോഗ സഹസ്ര പരിവത്സരാൻ
സത്വം വിഹായ മാം ബന്ധോ ഗതോ ഗ്രാമ്യാമതിർമഹീം വിചരൻ വദമദ്രാക്ഷീം കയാജിൻ നിർമ്മിതം ശ്രിയാം പഞ്ചാരാമം നവദ്വാരമേകബാലം ത്രികോഷ്ടകം ഷഡ്കുലം പഞ്ചവിപണം പഞ്ചപ്രകൃതിസേതവം പഞ്ചേന്ദ്രിയാർത്ഥ ആരാമ ദ്വാരപ്രാണ നവപ്രഭോ തേജോബനാനി കോഷ്ടാനി കുലമിന്ദ്രിയ സംഗ്രഹ വിപണസ്തു ക്രിയാശക്തിർ ഭൂതപ്രകൃതിരവ്യയാ ശക്ത്യാദീശപുമാം സ്വത്ര പ്രവിഷ്ടോ നവബുദ്ധ്യതേ തസ്മിൻസ്ത്വം രമയാ സ്പൃഷ്ടോ രമമാണോ ശ്രുതസ്മൃതിം തത്സംഗാദീദൃശീം പ്രാപ്തോ ദശാം പാപീയസീം പ്രഭോ നത്വം വിദർഭദുഹിതം നായം വീരസുഹൃത്തവഃ ന പതിസ്ത്വം പുരഞ്ജന്യാം രുദ്ധോ നവമുഖേയയാം മായാം ഹീഷാമയാ സൃഷ്ടാം യത്പുമാം സംസ്ത്രിയം സതീം മന്യസേനോ ഭയം യദ്വൈ ഹംസോ പശ്യാവയോർഗതിം അഹം ഭവാന്ന ചാന്യസ്ത്വം ത്വമേവാഹം വിചക്ഷുഭോം നൗ നോ പശ്യതി കവയ ഛിദ്രം ജാതുമനാകവീം യഥാ പുരുഷാത്മാനമേകമാദർശ ചക്ഷുഷോ ദ്വിധാബോധമവേക്ഷേത തദൈവാന്തരമാവയോ ഏവം സമാനസാം ഹംസോം ഹംസേന പ്രതിബോധിതാം സ്വസ്ഥസ്തദ്വ്യഭിചാരേണ നഷ്ടാമാപ പുനഃസ്മൃതിം ബർഹിഷ്മന്യേതദ്ധ്യാത്മം പരോക്ഷേണ പ്രദർശിതം യത് പരോക്ഷപ്രിയോ ദേവോ ഭഗവാൻ വിശ്വഭാവനഃ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ സംഹിതായാം ചതുർത്ഥസ്കന്ധേ പുരഞ്ജനോപാഖ്യാനേ അഷ്ടാവിംശതമോധ്യായഃ. ഇനി നമുക്ക് വായിച്ചതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ എവിടെയാണ് നിർത്തിയിരുന്നത്? പുരഞ്ജനന്റെ ഉപാഖ്യാനമാണ്. പുരഞ്ജനൻ മരിക്കുന്നതിന് മുമ്പ് സുഖലോലുപനായി കഴിഞ്ഞു. അങ്ങനെ ഭാര്യ, അതുപോലെ കുട്ടികളെ, ബന്ധുക്കളെ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു വിചാരത്തിൽ അവരെ പിരിയാൻ വയ്യ. അങ്ങനെ ആയിരുന്നു അവസാനം വരെ. അപ്പൊ നമുക്ക് ഒരു മരണം എന്നൊന്നുണ്ട് എന്നുള്ള ആ വിചാരം ഇല്ലാതെയായിരുന്നു പുരഞ്ജനന്റെ ജീവിതം. അങ്ങനെ പുരഞ്ജനൻ ജീവിച്ചത് കൊണ്ട് എന്തായി? പുരഞ്ജനൻ വീണ്ടും മരണശേഷം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണം വരുന്നു നമുക്കറിയാം. അതിനു മുമ്പ് തന്നെ നമ്മളെ ആത്മതത്വം അല്ലെങ്കിൽ നമ്മളെ ഈശ്വരനാണെന്നുള്ളത് അറിഞ്ഞ് ആ രീതിയിലൊക്കെ ആയാല് അതാണ്. മുൻപൊക്കെ ഇത് ഇന്നിപ്പോ പറയുന്നത് ഇപ്പൊ മാത്രമാണ് ആരും ഇതൊന്നും ശ്രദ്ധിക്കാത്തത്. കാരണം മുമ്പൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് അവരൊക്കെ കുട്ടികളെ രാജഭാരെ ഏൽപ്പിച്ച് വനത്തിൽ പോയി എന്ന് നമ്മൾ കേൾക്കാല്ലേ ഇതിൽ മുഴുവനും. ഇതെന്തായിരുന്നു? അപ്പൊ അവസാന കാലം എന്തിനുള്ളതാണ്? ഭഗവാനെ പ്രാപിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും മുത്തശ്ശിമാരൊക്കെ മുമ്പത്തെ കാലങ്ങളിലൊക്കെ, നമ്മുടെ മുത്തശ്ശിയുടെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം അവര് കുടുംബത്തിലെ യാതൊരു ബന്ധങ്ങളിലും ഏർപ്പെടാതെ ഒരു ഭാഗത്ത് രാമായണവും മഹാഭാരതവും ഒക്കെ വായിച്ചുകൊണ്ടും ഭഗവാന്റെ നാമം ഒന്നും വായിക്കാൻ അറിയില്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ലതായ മരണവും എല്ലാം മരണസമയത്ത് വെള്ളമൊക്കെ കിട്ടി അവര് സുഖമായി മരിച്ചു പോയിരുന്നു. ഇന്നത്തെ പോലെ ഇങ്ങനെ ICUവിലും അതുപോലെ വെന്റിലേറ്ററിലും ഒന്നും കിടന്നു മരിക്കേണ്ട ഒരു ഗതികേട് അന്നത്തെ മുത്തശ്ശിമാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മുടെ കലിയുഗവരദനായ അയ്യപ്പസ്വാമി നമുക്ക് ഈ അയ്യപ്പസ്വാമി പറഞ്ഞു തന്നിരിക്കുന്ന വ്രതങ്ങള് അദ്ദേഹത്തെ കാണാൻ വരണമെങ്കിൽ എല്ലാ വ്രതങ്ങൾ ആചരിച്ചു വേണം വരാൻ എന്ന് പറഞ്ഞു അല്ലെ. 41 ദിവസം വ്രതം ഇരിക്കണം. പിന്നെ പല പല കാര്യങ്ങൾ നോക്കൂ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭേദബുദ്ധിയില്ല, കുടുംബ ചിന്തകളില്ല. മിക്കവാറും മുമ്പന്റെ മുത്തശ്ശിയുടെയൊക്കെ കാലത്തൊക്കെ ശബരിമലയ്ക്ക് പോകുന്നവര് അമ്പലത്തിലായിരിക്കും. മാലയിട്ട് കഴിഞ്ഞാൽ 41 ദിവസവും അമ്പലവുമായി ചുറ്റിയായിരിക്കും അവരുടെ ജീവിതം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പലക്കുളത്തിൽ കുളിക്കുന്നു, അതുപോലെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ മാത്രം വരും. അത് കഴിഞ്ഞ് അവര് ഓഫീസിലോ ജോലിക്ക് പോകണം, അങ്ങനെ പോകും. പിന്നെ വൈകുന്നേരം എങ്ങനെയാണ് വീട്ടിൽ കയറുക? കുളിച്ച് പുറത്തുനിന്ന് തന്നെ കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ശുദ്ധമായിരുന്ന് ഭഗവാന്റെ വിചാരം മാത്രം ചെയ്തുകൊണ്ട്
അപ്പോ അങ്ങനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ 41 വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോകണം എന്നാണ്. അത് അവിടെ എത്തുമ്പോ എന്താണ് പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, തത്വമസി അല്ലേ. അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ സംസ്കൃതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതല്ല. തത്ത് എന്ന് പറഞ്ഞാൽ അത്, തും എന്ന് പറഞ്ഞാൽ നീ, അസി എന്ന് പറഞ്ഞാൽ ആകുന്നു, ഇതൊക്കെ സംസ്കൃതത്തില്. അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, അത് നീയാകുന്നു. അത് എന്ന് പറയുന്നത് ഈശ്വരൻ. ആ ഈശ്വരനെയാണല്ലോ നമ്മൾ ഈ 41 ദിവസവും വിളിച്ചുകൊണ്ട് അവിടെ പോകുന്നത്. അപ്പൊ ആ ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് അയ്യപ്പസ്വാമി പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാവണമെങ്കിലോ, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ശരി എന്നൊക്കെ പറയും. പക്ഷേ അത് ഉൾക്കൊള്ളാൻ, അത് അനുഭവത്തിൽ വരണം. അങ്ങനെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മൾക്ക് ആ മരണഭയം പോവുക, അതുപോലെ എല്ലാത്തിലും ഒരു സമചിത്തത വരിക, ഒന്നിലും ഒരു വിഷമമില്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക്. അതായത് അത് പരിശീലിപ്പിക്കാനാണ് ശബരിമല വ്രതം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ പുരഞ്ജനൻ അത് പരിശീലിക്കാത്തത് കൊണ്ടാണ് പുരഞ്ജനന് വീണ്ടും ജനിക്കേണ്ടി വന്നത്. ഭാര്യയെ ഓർത്തുകൊണ്ടാണ് മരിച്ചത്. ഞാൻ മരിച്ചുപോയ ഭാര്യയ്ക്ക് ആരുണ്ട് എന്നൊക്കെ ആലോചിച്ച് മരിച്ചു. അപ്പൊ എന്തായി, ഒരു സ്ത്രീ ആയിട്ട്. അപ്പൊ ആ കാമം മനസ്സിലുള്ളത് കൊണ്ടാണ് സ്ത്രീ ആയിട്ട് ജനിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ അയ്യപ്പസ്വാമിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈശ്വരനെ അറിയാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആ ഈശ്വരൻ നമ്മളാണെന്ന് മനസ്സിലാക്കി ഒടുവ് മരണശേഷം നമ്മൾ ഈശ്വരനിലാണ് ലയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയവർക്ക് പിന്നെ പുനർജന്മം ഉണ്ടാവുന്നില്ല. അതായത് മനസ്സിനെയാണ് മാറ്റേണ്ടത്, നമ്മുടെ ശരീരത്തിനെ അല്ല മാറ്റേണ്ടത്. ആരെയാണ് മാറ്റേണ്ടത്, മനസ്സിനെയാണ് മാറ്റേണ്ടത്. അപ്പോൾ നമ്മളൊരു വീട്ടിലിരിക്കുന്നു, നമ്മൾ ഓരോ പ്രവൃത്തികൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും വീടിനെ അതൊന്നും ബാധിക്കുന്നില്ല അല്ലെ, വീടിനെ അതൊന്നും ബാധിക്കുന്നില്ല. ആരെയാണ് പിന്നെ അതൊക്കെ ബാധിക്കുന്നത്, നമ്മളെയാണ് ബാധിക്കുക. അപ്പൊ നമ്മളെ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവാണ്. അപ്പൊ ശരീരം നമ്മൾ എന്തൊക്കെ ചെയ്തോ അതിനൊന്നും നമ്മുടെ ശരീരം ബാധകമല്ല, നമ്മുടെ മനസ്സാണ് ബാധകമായത്. മനസ്സിലാണ് എല്ലാ ചിന്തകളും ആദ്യം തന്നെ വരുന്നത്. എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ആദ്യം ജനിക്കുന്നത് എവിടെയാണ്, മനസ്സിലാണ് ആശയം ജനിക്കുന്നത്. അപ്പൊ മനസ്സാണ് എപ്പോഴും നമ്മള് എന്താക്കി വെക്കേണ്ടത്, ഭഗവാനിലേക്ക് ആക്കി വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ആ പുരഞ്ജനൻ പുരഞ്ജനിയായി വീണ്ടും ജനിച്ചു. പുരഞ്ജനി എന്ന് പറയുന്നത് ഒരു പേര് പോലും ഇവിടെ പറയുന്നില്ല. വിദർഭയിലെ ഒരു രാജകുമാരിയായിട്ട് ജനിച്ചെന്നും മലയധ്വജൻ എന്നൊരു രാജാവിന്റെ ഭാര്യയായി എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ വീണ്ടും ആ മലയധ്വജൻ പുരഞ്ജനിയെ വിവാഹം കഴിച്ചുകൊണ്ട് അവരങ്ങനെ കുറെ കാലം ജീവിച്ചു. അങ്ങനെ അവർക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ ഈ മലയധ്വജൻ പുരഞ്ജനെ പോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് കുറച്ച് ഈശ്വര വിചാരവും അതുപോലെ ആത്മീയതയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി, ഇനി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി നമ്മള് പുത്രന്മാരെ രാജഭാരെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ വനത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം, തപസ് ചെയ്യണം. അങ്ങനെയാണ് അവര് വനത്തില് തപസ് ചെയ്യാൻ പോയത്. അപ്പൊ ഇന്ന് നമ്മൾ അത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഹാരത്തിൽ ക്രമീകരണം കൊണ്ടുവരിക, ഭഗവത് നാമങ്ങൾ ജപിക്കുക, സാധനകൾ ചെയ്യുക. ഇതിന് അവർക്ക് എന്തുകൊണ്ട് അവർ കൊട്ടാരത്തിലിരുന്നില്ല, കൊട്ടാരത്തിലിരുന്നാൽ അവർക്ക് ആ ഒരു അന്തരീക്ഷം കിട്ടില്ല, അതിനുള്ള ഒരു മൂഡ് കിട്ടില്ല. അതുകൊണ്ടാണ് അവർ ആശ്രമത്തിൽ പോയത് അന്നത്തെ ഒരു കാലയളവിൽ. ഇന്ന് നമുക്ക് ആശ്രമത്തിൽ പോകണമെങ്കിൽ പോകാം, അതല്ലെങ്കിലോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ സാധനയിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട്. പിന്നെ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത്. ഇപ്പൊ 60 വയസ്സായി നമ്മൾ റിട്ടയർഡ്. ഇന്നിപ്പോ റിട്ടയർഡ് ആയാലും എന്തായാലും ആൾക്കാർക്ക് എന്താ വിചാരമുള്ളത്, കുറച്ച് ഈ ആത്മീയതയിലേക്ക് വരണം എന്നല്ല തോന്നുന്നത്. അപ്പോഴും പിന്നെയും പൈസ സമ്പാദിക്കാനും പിന്നെ മക്കളുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതില് അവരുടെയൊക്കെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുക, അന്ന് അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അപ്പൊ അവരുമായി വഴക്കിടുക, അങ്ങനെയൊക്കെയുള്ള ഓരോ രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ മലയധ്വജൻ എവിടെ പോയി എന്നാ പറയുന്നത്, വനവാസത്തിന് പോയി. തൻ്റെ ഭാര്യയെയും കൊണ്ടുപോയിട്ട് താമ്രപർണി, വഡോദക തുടങ്ങിയ ആ നദികളുടെ തീരത്ത് പോയി. നദീ തീരത്ത് ആ ആശ്രമം വെച്ച് ആ നദിയിൽ കുളിച്ച് ഭഗവത് പൂജകൾ ചെയ്തുകൊണ്ട് പിന്നെ എന്താണ് ആഹാരം കഴിച്ചത്, കന്താഷ്ടി വേർ മൂലഫലൈ പുഷ്പവർണൈ തൃണോദകേന്ന്. അപ്പൊ എന്തെങ്കിലും കിട്ടിയത് എന്താ പറയാ, വല്ല ഫലോ അതുപോലെ അങ്ങനെ. അപ്പൊ നമ്മൾ ഈ ഉപവാസമൊക്കെ എടുക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്, നമ്മുടെ ആരോഗ്യം കൂടി നല്ലതാവാനാണ്.
അപ്പൊ ഇപ്പൊ നോക്കൂ, വാർദ്ധക്യത്തിലേക്ക് പോകും തോറും നമ്മൾ എന്ത് ചെയ്യണം? ആഹാരത്തിൽ കൺട്രോൾ വരണം. ആഹാരമാണത്രേ നമ്മളെ ആക്കുന്നത്. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, വാട്ട് യു ആർ ഈസ് വാട്ട് യു ഈറ്റ് ആണ്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ എന്ത് കഴിക്കുന്നു അത് തന്നെയാണ് നമ്മൾ. അപ്പൊ പിന്നെ നമ്മുടെ അവയവങ്ങൾ, ഇപ്പൊ പുരഞ്ജനന് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ അവയവങ്ങൾക്കൊക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്തോറും എന്ത് സംഭവിക്കും? ശക്തിക്ഷയം സംഭവിക്കും. അപ്പൊ നമ്മളെ വായിനായാലും നാവിനായാലും രുചി പോകും, പിന്നെ പല്ലൊക്കെ പോകും, പല്ലിനൊന്നും ശക്തി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ കടിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ വേണ്ടാതെ വെക്കുക. അങ്ങനെ അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് അതായത് ചണ്ഡവേഗന്മാര് പുരഞ്ജനന്റെ രാജ്യം ആക്രമിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ജരാനരകൾ ബാധിക്കും, അവയവങ്ങൾക്ക് ദഹിപ്പിക്കാനുള്ള ശക്തി ദഹനേന്ദ്രിയങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മളെ ആഹാരവും അതുപോലെ കുറച്ച് കൊണ്ടുവരണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ ഒരു പരിശീലനം കിട്ടണമെങ്കിൽ അതായത് തത്വമസി എന്നുള്ളതിലേക്ക് നമ്മൾ വരണമെങ്കിൽ അയ്യപ്പസ്വാമി പറഞ്ഞ ആ പരിശീലനങ്ങൾ തന്നെ നമ്മൾ തുടർന്നു കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇവരെ അങ്ങനെയെങ്കിലും ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. കലിയുഗത്തിൽ അങ്ങനെ ആവശ്യം വരുമെന്ന് അദ്ദേഹത്തിന് ആദ്യമേ അറിയായിരുന്നു. അപ്പൊ 18 കൊല്ലം ശബരിമലയ്ക്ക് പോയാൽ മോക്ഷം കിട്ടും എന്ന് പറയാൻ കാരണം എന്താ? 18 കൊല്ലം 41 ദിവസം വ്രത ഇരുന്ന് പോയാലോ കേട്ടോ, അല്ലാതെ ഒരു കാര്യമില്ല. അല്ലാണ്ട് പോയിട്ട് യാതൊരു ഫലവും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ആ വ്രതം ഇരിക്കും തോറും, ശബരിമല വ്രതം എടുക്കും തോറും നമ്മളിൽ മാറ്റം വരും. നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മളിൽ ഓരോ പടി കയറുമ്പോഴും ഓരോ പടിയും നമ്മുടെ കാമ ക്രോധ ലോഭ മോഹങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ തത്വമസിയിലേക്ക് ഉയർത്തും. അപ്പൊ ഇവിടെ ഫലമൂലങ്ങളൊക്കെ ഭക്ഷിച്ച്, പിന്നെന്താ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, കണ്ടോ, ഇതിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. ശീതോഷ്ണ വാദവർഷാണി ചുട്പിഭാസേ പ്രിയ സുഖ ദുഃഖേ ഇത് തൊന്വാന്യ ജയ സമദർശന. ശീതത്തിലും മഴയായാലും അതുപോലെ തന്നെ ഉഷ്ണമായാലും രണ്ടും സഹിച്ചുകൊണ്ട്, ചുട്പിഭാസ അതായത് വിശപ്പ് സഹിച്ചുകൊണ്ട്, പ്രിയങ്ങളെയും അപ്രിയങ്ങളെയും ഒരേപോലെ സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ആഹാരം കിട്ടിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എത്രത്തോളം പട്ടിണി കിടക്കണോ അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുക. അപ്പോ സുഖദുഃഖേ ഇത് ദ്വന്ദ്വാൻ, സുഖം ദുഃഖം എന്നുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നു അവര്. എന്നിട്ട് എന്തായി? എല്ലാത്തിലും സമദർശികളായി മാറി. അങ്ങനെ അവര് ഈ സാധനകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹത്തിന് മലയധ്വജനും ഉണ്ട്. ഈ പുരഞ്ജനൻ സ്ത്രീയായി ജനിച്ച പുരഞ്ജനി അല്ലെങ്കിൽ വൈദർഭി എന്ന് പറയുന്നത് വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായ വൈദർഭി. അപ്പൊ ഇവര് ഭാര്യയും ഭർത്താവും രണ്ടുപേരും കൂടി ഇങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്ത്, അപ്പൊ അവർക്ക് ആ മരണഭയം ഇല്ലാണ്ടാവും. അങ്ങനെ ആ മരണഭയം ഇല്ലാണ്ടാവുന്നു. അങ്ങനെ മലയധ്വജന് മരണഭയം ഇല്ലാണ്ടായി. അപ്പോഴും ഈ പുരഞ്ജനിക്ക് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം മരിച്ചപ്പോൾ ഈ മലയധ്വജന്റെ ഭാര്യയായ പുരഞ്ജനിക്ക് എന്തു ചെയ്യണം എന്നറിയാൻ പറ്റാതെ കരയാണ്. ഇപ്പൊ കുറച്ചൊക്കെ ആ ഒരു ഭഗവാനെ ചിന്തിച്ചുകൊണ്ടും ധ്യാനങ്ങളൊക്കെ അനുഷ്ഠിച്ചപ്പോ കുറച്ചൊക്കെ ആ ഒരു ആത്മീയതയിലേക്ക് വന്നു. അങ്ങനെ ആത്മീയതയിലേക്ക് വന്നതുകൊണ്ട് അവർക്ക് തന്റെ ഭർത്താവ് മരിച്ചപ്പോൾ കുറച്ചു നേരം കരഞ്ഞെങ്കിലും പിന്നെ ആ ചിത എല്ലാം ഒരുക്കി കഴിഞ്ഞ്, പിന്നെ അന്നത്തെയൊക്കെ ഒരു ആചാരം വെച്ച് നോക്കുമ്പോൾ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യയും മരിക്കും. അങ്ങനെയൊക്കെ ഒരു ആചാരങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഈ ഈശ്വരനെ അറിയുക എന്ന് പറയില്ലേ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയുക. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ്, കുറച്ചൊരു പക്വത വന്നതുകൊണ്ട് അവർക്ക് ആ ഈശ്വരനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഈശ്വരൻ അവരോട് സംസാരിക്കുന്നതായിട്ട് തോന്നുകയാണ്. അപ്പൊ ആ ഉള്ളിലുള്ള ഈശ്വരൻ ചോദിക്കുകയാണ്, ആരെ കാത്വം കസ്യ അസികോവായം ശയാനോ യസ്യ സോജസി. അപ്പൊ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ആ ആത്മാവിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഈശ്വരൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നീ എന്നെ വിട്ടു പോയതല്ലേ ഒരിക്കൽ. അതായത് നമ്മളെല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നത്. അപ്പൊ ആ ഭഗവാനെ അറിയണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ്. അതറിയാതിരിക്കുന്നതോടും നമ്മുടെ ആ ലിംഗശരീരം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ അലയും. അതായത് നമ്മളെങ്ങനെ നമ്മുടെ ശരീരം മരണത്തോടു കൂടി അത് കത്തിച്ചു കളയും. പിന്നെ ആത്മാവ് ഇത് ജീവൻ ആണ്.
അതിനെ ഈശ്വരനിലേക്ക് അർപ്പിച്ചില്ലായിരുന്നെങ്കിൽ അത് മനസ്സുമായി ചേർന്നുകൊണ്ട് അടുത്ത ഒരു ജന്മം എടുക്കാൻ വേണ്ടി ആഗ്രഹങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, മരിക്കാറാവുന്നവരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും സാധിപ്പിച്ചു കൊടുക്കും. മരിക്കാറായ പലരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? മരണസമയത്ത് അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്നാലേ അവർക്ക് ഭഗവാനിൽ ലയിക്കാൻ സാധിക്കുള്ളൂ. അപ്പം പണ്ടൊക്കെ മുത്തശ്ശിമാർ, ഇന്നൊന്നും അങ്ങനെയല്ല. ഇന്ന് ചെറുതായിട്ട് അസുഖം വരുമ്പോഴേക്കും ആശുപത്രിയിൽ പോകലും ഒരുപാട് മരുന്നുകൾ കഴിക്കലും. അപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ വേറൊരു അസുഖം വരും. ആ മരുന്ന് കഴിക്കുമ്പോൾ വേറെ, അതായത് ഷുഗർ കുറയുമ്പോഴേക്ക് ഷുഗറിന് മരുന്ന് കഴിച്ചാൽ സോഡിയം കുറയും, സോഡിയത്തിനുള്ള മരുന്ന് കഴിക്കുമ്പോഴേക്കും പിന്നെ പൊട്ടാസ്യം കുറയും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുത്തശ്ശിക്ക് അറിയുമായിരുന്നു. ഞാനൊക്കെ ഒരു +2 പഠിക്കുന്ന കാലത്താണ് എൻ്റെ മുത്തശ്ശി മരിക്കുന്നത്. അപ്പൊക്കെ എനിക്ക് നല്ലപോലെ അതൊക്കെ ഓർമ്മ വരുമ്പോ ഇപ്പോഴൊക്കെ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം. കാരണം അന്നൊന്നും മുത്തശ്ശി പറയുമായിരുന്നു, ഞാൻ ഇനി ഭഗവാനിലേക്ക് പോകാനുള്ളതായി മക്കളെ, ഇനി എനിക്ക് ഭഗവാന്റെ വിളി എപ്പോഴാ വരിക, കാത്തിരിക്കുകയാണ് ഞാന്, നല്ല ദിവസം നോക്കി എനിക്ക് പോകാൻ സാധിക്കണേ. ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ആ നല്ല ദിവസമൊക്കെ നോക്കും. എപ്പോഴും മുത്തശ്ശി കലണ്ടറിലൊക്കെ നോക്കും, ഈ സമയത്ത് മരിച്ചാൽ നല്ലതാ, ആ സമയത്ത് മരിച്ചാൽ നല്ലതാ. അങ്ങനെ നാരായണ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവര് ഒരു വിഷമവും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകില്ലേ, അതുപോലെ അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ്. എല്ലാ ബന്ധുക്കളെയൊക്കെ അടുത്ത് വെച്ച് കണ്ടുകൊണ്ടും അങ്ങനെ മനോഹരമായ മരണമായിരുന്നു അന്ന്. ഇന്നത്തെ പല പല മരണങ്ങൾ കാണുമ്പോൾ ആ മരണമൊക്കെ എത്ര മനോഹരമായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി വരികയാണ്. അപ്പൊ നോക്കൂ, ഭഗവാനെ അറിയാനുള്ള കാര്യങ്ങൾ അന്ന് വരയ്ക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് അത് വിട്ടുപോയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഭാഗവതമൊക്കെ നമ്മൾക്കിപ്പോ വായിക്കണം, പഠിക്കണം എന്നൊക്കെ പറയുന്നതും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്താണ്? നമ്മൾ മരിക്കുന്നതിന് മുമ്പായിട്ട് ഈശ്വരനെ അറിയാം. തത്വമസി എന്നുള്ള അർത്ഥം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലും നമ്മുടെ ആ സ്വഭാവത്തിലും നമ്മുടെ മനസ്സിലുള്ളിലും അത് അനുഭവത്തിൽ വരണം. ഞാൻ ഈശ്വരനാണ്, ഇനി എൻ്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത്, എൻ്റെ ആത്മാവ് ഈശ്വരനിലേക്ക് പോകും, പിന്നെ എനിക്ക് മോക്ഷമായി, പിന്നെ എനിക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടതില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇപ്പോഴാണ് കുറച്ച് ഇങ്ങനെയൊക്കെ തപസ് ചെയ്തപ്പോഴാണ് ആ വൈദർഭിക്ക് കുറച്ച് മനസ്സിലായി. പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജീവാത്മാവും പരമാത്മാവും. ജീവാത്മാവ് സുഖഭോഗങ്ങൾ തേടിയിട്ട് പോവണ പുരഞ്ജനൻ, ഒരു സ്ത്രീ 9 ദ്വാരങ്ങളുള്ള ഒരു ശരീരത്തിലേക്ക് ഒരു ഗ്രഹം കണ്ടു, ഒരു കൊട്ടാരം കണ്ടു, അതിലൊരു സ്ത്രീയെ കണ്ടു. അങ്ങനെ അവിടേക്ക് പോയതാണ്. ആ ജീവൻ അവിടെ പിരിഞ്ഞതാണ്. പിന്നീട് ഇപ്പോഴാണ് തൻ്റെ സുഹൃത്തായ പരമാത്മാവിനെ ഈ ജീവൻ കണ്ടുമുട്ടുന്നതും അങ്ങനെ പരമാത്മാവിലേക്ക് ലയിക്കുന്നത്. അപ്പൊ ഇത് പ്രാചീന വർഗീസിന് വേണ്ടിയിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത കഥയായിരുന്നു. അപ്പൊ പുരഞ്ജനന്റെ കഥ എന്ന ഉദാഹരണത്തിലൂടെയാണ് പുരഞ്ജനോപാഖ്യാനം നിങ്ങൾ എപ്പോഴും വായിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എങ്ങനെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നതിന് വളരെ തെളിവാണ് ഈ പുരഞ്ജനോപാഖ്യാനം. അതുകൊണ്ട് തന്നെ എല്ലാവരും പുരഞ്ജനോപാഖ്യാനം മനസ്സിലാക്കുക. എല്ലാവർക്കും അതിനുള്ള കഴിവ് ഭഗവാൻ തരട്ടെ, മോക്ഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു.